എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ചില സിനിമാ ഗാനങ്ങൾ, ആ സിനിമയുടെ കഥ ഒരൊറ്റ ഗാനത്തിലൂടെ വരച്ചു വെക്കാൻ ചില ഗാനരചയിതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഗാനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതിലാദ്യമായി ഞാൻ ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെയാണ് എടുക്കുന്നത്. അദ്ദേഹം ചില സിനിമകളുടെ കഥ മുഴുവൻ ഒരൊറ്റ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ട് എഴുതിയ ചില പാട്ടുകൾ പരിചയപ്പെടുത്താൻ. അതിലാദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് മോഹൻലാലിന്റെ മിന്നാരം എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യമായി ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് എന്താ വെച്ചാൽ, എനിക്ക് പാട്ട് പാടാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഈ വരികൾ പറയുക മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പാട്ട് പാടാൻ അറിയാത്തൊരു പ്രശ്നമുണ്ട്, അതെല്ലാവരും ക്ഷമിക്കുക. അതുകൊണ്ട് ഞാൻ ആ വരികൾ പറഞ്ഞിട്ട് അതെങ്ങനെയാണ് സിനിമയുടെ കഥ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് ആണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പം മിന്നാരത്തിലെ നിലാവേ മായുമോ കിനാവും നോവുമായി എന്ന പാട്ടാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. മിന്നാരം സിനിമയുടെ ഒരു കഥ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. മോഹൻലാൽ ക്യാമ്പസ് കാലത്ത് മോഹൻലാലും ശോഭനയും തമ്മിൽ പ്രണയത്തിലാവുന്നു. ആ പ്രണയം പെട്ടെന്ന് ഒരു ദിവസം ശോഭന മോഹൻലാലിനെ ഉപേക്ഷിച്ച് പോവാണ്. എന്താണ് കാരണം എന്ന് പോലും പറയാതെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഉപേക്ഷിച്ച് പോകുന്നു. പിന്നീട് മോഹൻലാൽ ഈ ക്യാമ്പസ് പ്രണയമൊക്കെ മറന്ന് പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുന്നു. വേറൊരു കല്യാണം ശരിയാവുന്നു. ആ സമയത്ത് ശോഭന വീണ്ടും മോഹൻലാലിനെ തെരഞ്ഞു വരികയാണ്. ഒരു കുഞ്ഞുമായിട്ട്, മോഹൻലാലിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ ഒരു കുഞ്ഞുമായി തെരഞ്ഞു വരുന്നു. അങ്ങനെ മോഹൻലാലിന്റെ കല്യാണം മുടങ്ങുന്നു. ലാസ്റ്റ് ശോഭനയ്ക്ക് അസുഖം മുന്നേ ശോഭന മരിക്കാൻ നേരത്താണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. ഈ പാട്ടിൽ എങ്ങനെയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിലാവേ മായുമോ കിനാവും നോവുമായി, അതായത് ഈ ശോഭനേനെയാണ് ഇവിടെ നിലാവേ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവള് മരിക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ചോദിക്കുന്നത്, നിലാവേ മായുമോ കിനാവും നോവുമായി ഇളന്തേൻ തെന്നലായി തലോടും പാട്ടുമായി എന്നത്. അത് കഴിഞ്ഞ ശേഷം അതിന്റെ അനുപല്ലവിയിലും ചരണത്തിലും ഒക്കെ ആ സിനിമയുടെ കഥ പറയും. അപ്പോൾ അതിന്റെ അനുപല്ലവി എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ, മുറ്റം നിറയെ വിങ്ങിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം, തമ്മിൽ തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ. ഇത് ഇവരെ ആ കൗമാരകാലത്തുള്ള പ്രണയകാലത്തെ കുറിച്ചാണ് പറയുന്നത്. മുറ്റം നിറയെ വിങ്ങിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിന്റെ കാലഘട്ടത്തിൽ ആ സമയത്ത് തമ്മിൽ കൊതിച്ചും തുള്ളി തുടിച്ചും കൊഞ്ചിക്കളിയാടി, ഇവരെ ഒരു പ്രണയത്തെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നിറം പകർന്നാടും നിലവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുമ്പേ പറയാതെ അന്ന് നീ മാഞ്ഞു പോയില്ലേ. അതായത് ഈ പ്രണയം പൂർത്തീകരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്രണയ സാഫല്യം സംഭവിക്കുന്നതിന് മുമ്പ് പറയാതെ അന്ന് നീ മാഞ്ഞു പോയില്ലേ. അങ്ങനെ ശോഭന ഒന്നും ഉണ്ടാതെ പോവാണ്. അതാണ് ഇതിൽ പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ചരണത്തിലൂടെ അടുത്ത സിനിമയുടെ കഥ. നീലക്കുന്നിന്മേൽ പീലിക്കൂടിന്മേൽ കുഞ്ഞുമഴ വീഴും നാളിൽ. ഈ സിനിമ നടക്കുന്നത് ഊട്ടിയിലുള്ള ഒരു ലൊക്കേഷനില്ല. അപ്പൊ നീലക്കുന്ന് എന്നുള്ള ഉദ്ദേശിച്ച് നീലഗിരി കുന്നിനെയാണ് ആയിരിക്കാം കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവിടെ കുഞ്ഞുമഴ വീഴും നാളിൽ എന്ന് പറഞ്ഞാൽ ഒരു വസന്തം വീണ്ടും തളിരണിയുന്നതിനാണ് കാണിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ രണ്ടാമത് ഇത് പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഒരു പുതിയ കല്യാണം നടത്തിയിട്ട് പുതിയൊരു വൈവാഹിക ജീവിതത്തിലേക്ക് കിടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞുമഴ വീഴും നാളിൽ ആടിക്കൂത്താടും മാരിക്കാറ്റായി നീ എന്തിനിതിലേ പറഞ്ഞു. അതായത് അവര് ആടിക്കൂത്താടും, വളരെ ശാന്ത സ്വഭാവമല്ലാത്തവരെ വന്യമായ ഒരു കാറ്റിനെ പോലെയാണ് പിന്നീട് ശോഭന കടന്നു വരുന്നത്. എന്തിനിതിലേ പറഞ്ഞു, എന്തിനിങ്ങോട്ട് വന്നു എന്നാണ് ചോദിക്കുന്നത്. ഉള്ളിലുലഞ്ഞാടും മോഹപ്പൂക്കൾ വീണ്ടും വെറും മണ്ണിൽ വെറുതെ പൊതിഞ്ഞു. അതായത് രണ്ടാമതും ആ ഒരു മോഹപ്പൂക്കൾ, മോഹൻലാലിന്റെ ജീവിതത്തെ കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ രണ്ടാമതും വീണ്ടും അത് വെറും മണ്ണിൽ വെറുതെ പൊഴിഞ്ഞു. അത് കണ്ടു നിന്ന് നിലയാതെ നീതിച്ചു. അപ്പൊ അത് കണ്ടിട്ട് ഇവിടെ സന്തോഷിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആ സിനിമയുടെ കഥ ഒരു പാട്ടിലൂടെ വരച്ചു കാട്ടാനാണ് കവി ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഇത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് നോക്കിയാൽ നമുക്കത് ഇതായിരിക്കും കഥ എന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ വളരെ മനോഹരമായ രീതിയിൽ പുത്തഞ്ചേരി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാട്ട്, ഒരു സിനിമയുടെ കഥ മൊത്തം ഒരു പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആദ്യത്തെ പാട്ട് ഈ ഒരു നിലാവേ മായുമോ എന്ന പാട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.